ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും റെക്കോർഡ് പോളിംഗ്. തമിഴ്നാട്ടിൽ 85.15%, പശ്ചിമബംഗാളിൽ 92.88% ആണ് പോളിംഗ് ശതമാനം. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലുമായിരുന്നു ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിൽ ഈ മാസം 29-ന് 142 മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണവും ഊർജിതമാണ്. കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തെ തുടർന്ന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് അവസാനിച്ചതിനു ശേഷം നിരീക്ഷണ ക്യാമറകളും വീഡിയോ ഡാറ്റയും കൈകാര്യം ചെയ്യുന്നതിന് കർശനമായ നിർദ്ദേശങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. പോളിംഗ് ബൂത്തിലെ ക്യാമറകളിൽ ഉപയോഗിക്കുന്ന SD കാർഡുകൾ വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നീക്കം ചെയ്യാൻ അനുവാദമുള്ളൂവെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പശ്ചിമബംഗാളിൽ SIR-ന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തതിൽ പരാതിയുള്ള വ്യക്തികൾ സമർപ്പിച്ച റിട്ട് ഹർജികൾ പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. SIR-മായി ബന്ധപ്പെട്ട അപ്പീലുകൾ ഇതിനായി രൂപീകരിച്ച ട്രൈബ്യൂണലുകളിൽ സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ആവശ്യപ്പെട്ടു. പാറമേക്കാവ് ചമയ പ്രദർശനത്തിന് തുടക്കമായി. പാറമേക്കാവ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം ഇത്തവണ ആചാരപരമായ ചടങ്ങുകൾ മാത്രമാക്കിയാണ് നടത്തുന്നത്. വെടിക്കെട്ട് ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കുടമാറ്റത്തിൽ കുടകളുടെ എണ്ണം കുറയ്ക്കുകയും സമയം വെട്ടിച്ചുരുക്കുകയും ചെയ്യും. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ കാണാതായവർക്കായി നടത്തിയ തിരച്ചിലിൽ ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അപകട സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് ഇവ കണ്ടെത്തിയത്. പരിശോധന തുടരുകയാണ്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. താപനില സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനും സാധ്യതയുണ്ട്. ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഗ്രാമങ്ങളുടെയും കർഷകരുടെയും പഞ്ചായത്തുകളുടെയും വിശാലമായ ഗ്രാമീണ ഭൂപ്രകൃതിയുടെയും സമഗ്ര വികസനം സാധ്യമായാൽ മാത്രമേ വികസിത ഭാരതം എന്ന ദർശനം യാഥാർത്ഥ്യമാകൂ എന്ന് കേന്ദ്ര പഞ്ചായത്തി രാജ് സഹമന്ത്രി SP സിംഗ് ബാഗേൽ ദേശീയ പഞ്ചായത്തി രാജ് ദിനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത്. പൊതുസ്ഥലങ്ങളിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണം. ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുകയും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കിണറുകളും ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കുകയും വേണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്ന സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ നിർദ്ദേശം നൽകി. ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള ADGP S ശ്രീജിത്തിനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഇന്നലെയാണ് തീരസുരക്ഷാ സേനയുടെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. എന്നാൽ അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിക്കുകയായിരുന്നുവെന്ന് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി നാളെ വിധി പറയും. കോളേജ് പാത്തോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ MK റാം, ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇറാനെതിരായുള്ള യുദ്ധത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ശാശ്വതമായ സമാധാന കരാറിലെത്താനാണ് ശ്രമമെന്നും വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടുന്നതായും ട്രംപ് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.